ഫോർമുല ആയിരുന്നല്ലേ പറഞ്ഞു നിർത്തിയത്? അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. Today we are going to discuss about corrosion. You are familiar with corrosion, right? Corrosion. What is corrosion? Or നിങ്ങൾ കൊറോഷൻ കണ്ടിട്ടുള്ളത് എവിടെയെങ്കിലും? കൊറോഷൻ കണ്ടിട്ടുള്ളത് എവിടെയാണ്? ആ യെസ്. അതെങ്ങനെയാണ് ഗേറ്റിന്റെ മുകളിൽ ഈ കൊറോഷൻ വരുന്നത്? അതെ, പെയിന്റ് അടിക്കാതെ വെച്ചാല് ഗേറ്റിന്റെ മുകളിൽ ഉണ്ടാവും. അതുപോലെയുള്ള മെറ്റൽ സർഫസിലെല്ലാം ഉണ്ടാവില്ലേ? കൊറോഷനിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മെറ്റലിനെ നമ്മൾ പെയിന്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഈ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ആ മെറ്റലിന് റിയാക്ഷൻ ഉണ്ടാവില്ലേ? So there will be a reaction between metal and another substance or the environment. And we need to protect the metal from corrosion. So we have to paint that surface. ഗേറ്റിന്റെ മുകളിൽ അതുപോലെയുള്ള മെറ്റീരിയൽസിന്റെ സർഫസിലെല്ലാം ഈ കൊറോഷൻ കാണാം. അതുപോലെ ആസ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് മെഷീൻസിന് കൊറോഷൻ പോസിബിൾ ആണോ? Yes. നമ്മൾ ഇവിടെ അനലൈസ് ചെയ്തത് എന്താണ് കൊറോഷൻ, എങ്ങനെയൊക്കെയാണ് കൊറോഷൻ കോസ് ചെയ്യുന്നത്, എങ്ങനെ കൊറോഷനിൽ നിന്ന് ആ മെറ്റൽ സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെയുള്ള പോയിന്റ്സ് ആണ് ഈ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ എന്നുള്ള മൊഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് കൊറോഷൻ, ഡിസ്കസ് ചെയ്യുന്നത്. Then we can define corrosion as the chemical or electrochemical reaction between a material. That material can be a metal or an alloy. You know, alloy is a mixture of metals and its environment that produces a deterioration of the material and its properties. Due to corrosion, there will be changes in the properties of the metal. That is given here. When the metal or the alloy interact with environment, there will be a change in its properties. ആ മെറ്റലിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ച് വരുന്നു. This is how can we define corrosion. Then, what are the causes of corrosion? What is the cause of corrosion? നമ്മൾ ഈ മെറ്റൽ എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? മെറ്റൽ എക്സ്ട്രാക്ഷൻ എവിടെ നിന്നാണ് ചെയ്യുന്നത്? മെറ്റലർജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ. എവിടെ നിന്നാണ് ഈ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഈ മെറ്റൽ വേണമെങ്കിൽ അത് ആ ഫോമിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ. മെറ്റലിന്റെ ഫോമിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ്. അത് എവിടെ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. എനിക്ക് സ്ക്രീൻ വിസിബിൾ അല്ല, നിങ്ങൾക്ക് വിസിബിൾ ആണല്ലോ അല്ലേ? Yes, miss. ഓക്കെ. ഓർ എന്ന് കേട്ടിട്ടില്ലേ? യെസ് നബീൽ. ഓർ, ORE, ഓർ എന്താണ്? അയിര്. അയിരിൽ നിന്ന് ആണ് മെറ്റലിനെ, ലോഹത്തെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്.
Then അങ്ങനെ എടുക്കുന്ന മെറ്റലിന് എങ്ങനെയാണ് കൊറോഷൻ വരുന്നത്? We know metal is extracted from its ore. And during this extraction of metal, that metal changes to a high energy state. The metal on extraction from the ore changes to a thermodynamically unstable state. That means to an energy that is higher than that during its existence in the form of ore. ഓറിലായിരിക്കുമ്പോൾ ആ മെറ്റലിൽ ഉണ്ടാവുന്ന എനർജിയേക്കാളും ഹയർ ആയിട്ടുള്ള എനർജിയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ആ മെറ്റലിൽ വരുന്നത്. ഹയർ എനർജി ആണോ ആ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ്. So it changes from a thermodynamically stable state to a thermodynamically unstable state. Certainly, that metal will try to reacquire the stable state. ഒരു ഹൈ എനർജി സ്റ്റേറ്റ് കിട്ടി ആ മെറ്റൽ അൺസ്റ്റേബിൾ ആയി, തീർച്ചയായിട്ടും ആ മെറ്റൽ എന്ത് ചെയ്യും? അതിന്റെ സ്റ്റെബിലിറ്റി റീഅറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു റീസൺ ആണ് കൊറോഷന് കാരണമായിട്ട് വരുന്നത്. The cause of corrosion, that is, the metal tries to reacquire stable state, and it is through chemical or electrochemical interaction with the environment. So through corrosion, that material reacquire its stable state. And what are the effects of corrosion? If corrosion exists in the environment, what are the effects? It can decrease efficiency of machine. Mechanical engineers, due to corrosion, machine will be of low efficiency. There will be decrease in efficiency for machines. And the product of a reaction or product of a process, it will be contaminated due to the presence of corrosion. And there will be shutdown of plant. And there is contamination of product. It may cause health hazards. There will be some products that are undesirable, and those will cause health hazards. ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഈ കൊറോഷന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഇതൊക്കെ കുറച്ച് എഫക്ട്സ് മാത്രമാണ്. കൊറോഷന്റെ ഇനിയും എഫക്ട്സ് ഒക്കെ ഉണ്ട്, അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ളതുണ്ടല്ലോ, ഡിക്രീസ് എഫിഷ്യൻസി ഓഫ് മെഷീൻ, ഷട്ട്ഡൗൺ ഓഫ് പ്ലാന്റ് ഡ്യൂ ടു ഫെയിലിയർ. So what is corrosion? What is the cause of corrosion and the effects of corrosion? Then, mechanism of corrosion. How does this corrosion happen? How does this corrosion happen? There are two mechanisms. It can be either through dry or chemical corrosion or wet or electrochemical corrosion. There are two mechanisms for corrosion. First one, dry or chemical corrosion. Second one, wet or electrochemical corrosion. The name indicates what is the mechanism behind that classification. അവിടെ പറഞ്ഞിരിക്കുന്ന പേര് എന്താണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്. Dry or chemical corrosion, we can focus on that. It results due to the attack of metal surface by atmospheric gases like oxygen, sulfur dioxide, H2S, hydrogen sulfide, etc. So when these atmospheric gases, attack metal
metal surfaces. Gases include oxygen, sulfur dioxide, hydrogen sulfur. When these gases attack the metal surface, there will be dry or chemical corrosion. And there is absence of water. That is why it is dry corrosion. Due to the action of these gases, not due to the action of water or any other liquid. അവിടെ ഉണ്ടായിരിക്കുന്നത് ലിക്വിഡ് അല്ല, അതായത് ഒരു ലിക്വിഡ് കൊണ്ടല്ല അവിടെ കൊറോഷൻ ഹാപ്പൻ ചെയ്യുന്നത്. That is why it is known as dry or chemical corrosion. It is purely due to the attack of atmospheric gases. And they are of three types. Dry or chemical corrosion. They are of three types. First one, oxidation corrosion due to the action of oxygen gas. The second one, corrosion by hydrogen, can be due to the action of gases containing hydrogen. And liquid metal corrosion. We are not focusing on the types. We want to discuss the basic mechanism of corrosion, which are the types of corrosion. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ സർഫസിൽ മെക്കാനിസം ഓഫ് കൊറോഷൻ എന്നതിന്റെ സർഫസിൽ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് കൊറോഷൻ ഉണ്ടെന്നും അതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഡ്രൈ കൊറോഷൻ ആണെങ്കിൽ second one, wet or electrochemical corrosion. Certainly, there will be presence of liquid. വിഷ്ണു നേരത്തെ പറഞ്ഞു ഗേറ്റില് തുരുമ്പ് വരുന്നു അല്ലെ, കൊറോഷൻ സംഭവിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത് ശരിക്കും? എൻവയോൺമെന്റിലുള്ള ലിക്വിഡ് അല്ലെ, ഈ മോയ്സ്ചറിനൊക്കെ കണ്ടിട്ട് ഗേറ്റില് സർഫസുമായിട്ട് ഇന്ററാക്ഷനിൽ വരുന്നു. അങ്ങനെയാണ് അവിടെ കൊറോഷൻ നടക്കുന്നത്. സോ ഇറ്റ് വിൽ ബി എ വെറ്റ് ഓർ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ. എൻവയോൺമെന്റിലുള്ള മോയ്സ്ചറിന്റെ പ്രസൻസ്, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴൊക്കെയാണല്ലോ കൂടുതലായിട്ടും കാണുന്നത്. അവിടെ ലിക്വിഡിന്റെ പ്രസൻസിൽ ആണ് കൊറോഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വെറ്റ് കൊറോഷൻ. And wet corrosion occurs when metal come in contact with a conducting liquid, or when two dissimilar metals are dipped partly in a solution. This is how dry and wet corrosion happens. എന്താണ് അതിന്റെ ഡിഫറൻസ്? അങ്ങനെ രണ്ട് ടൈപ്പ് മെക്കാനിസം ആണ് കൊറോഷൻ ഉള്ളത്. ഒന്ന് ഡ്രൈ കൊറോഷൻ, മറ്റൊന്ന് വെറ്റ് കൊറോഷൻ. ഡ്രൈ കൊറോഷൻ നടക്കുന്നത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ എഫക്റ്റ് കൊണ്ടാണ്. മെറ്റൽ സർഫസിൽ ഈ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഡ്രൈ ഓർ കെമിക്കൽ കൊറോഷൻ നടക്കുന്നത്. വെറ്റ് കൊറോഷൻ ആണെങ്കിൽ ഈ മെറ്റൽ സർഫസ് ഒരു കണ്ടക്ടിങ് ലിക്വിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമോ, അല്ലെങ്കിൽ രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് വെറ്റ് ഓർ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? Yes, miss. ആ കൊറോഷൻ നടക്കുമ്പോഴും നമ്മുടെ ഈ ആനോഡിനെയും കാഥോഡിനെയും ഒന്നും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെയും ആനോഡും കാഥോഡും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവിടെയുള്ള റിയാക്ഷൻ, കൊറോഷന്റെ ടൈമിൽ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? So there will be a galvanic cell at the metal surface. Certainly there will be a cathode and an anode. There will be a formation of a galvanic cell on the metal surface and the electrolyte.
It will be the chemicals present in the environment and humidity. Both of these chemicals present in the environment and humidity will act as the electrolyte. Galvanic cell, electrolyte. Next over electrodes. Anode. It is the surface where oxidation takes place. അല്ലെ, ആനോഡിൽ ഓക്സിഡേഷൻ ആണെന്ന് പറഞ്ഞു. എവിടെയാണോ ഈ ഓക്സിഡേഷൻ നടക്കുന്ന സർഫസ്, അതാണ് നമ്മുടെ കൊറോഷനിലുള്ള ആനോഡ്. Certainly it will be metal. മെറ്റലിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അറിയാലോ നമുക്ക്, അയൺ എന്ന് പറയുന്ന മെറ്റലിന്റെ കൊറോഡഡ് സ്റ്റേറ്റ് ആണ്, കൊറോഷൻ നടന്ന ഒരു സ്റ്റേറ്റ് ആണ് Fe2O3. അതാണ് കൊറോഷൻ നടന്നിരിക്കുന്ന പ്രൊഡക്റ്റ്. Fe എന്നുള്ള മെറ്റലിന് ഓക്സിഡേഷൻ നടന്നിട്ടാണ് Fe2O3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്സിഡേഷൻ എവിടെയാണോ നടക്കുന്നത് അതാണ് നമ്മുടെ ആനോഡ്. ആ ആനോഡാണ് കൊറോഡ് ചെയ്യുന്നത്. Fe എന്നുള്ളതാണ് ആനോഡ്, അവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊറോഷൻ നടക്കുന്ന സർഫസ് ആണ് ആനോഡ്. And you know, cathode is the place at which reduction happens. ഈ മെറ്റൽ സർഫസിൽ കൊറോഷൻ നടന്ന് Fe2O3 ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ Fe മെറ്റലിന്റെ റിമൈനിങ് പോർഷൻ അതാണ് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്തത്. ഇവിടെ രണ്ട് ഇലക്ട്രോഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആനോഡും കാഥോഡും എക്സിസ്റ്റ് ചെയ്യുന്നത് ആ സർഫസിൽ എവിടെയാണോ ഓക്സിഡേഷൻ നടന്നത് Fe2O3 ആയിട്ടുള്ള പോർഷനാണ് ആനോഡ്. Fe ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന പോർഷനാണ് കാഥോഡ്. ക്ലിയർ ആണോ? ഗേറ്റിന്റെ സർഫസിൽ ആണ് കൊറോഷൻ നടക്കുന്നതെങ്കിൽ ആ സർഫസിൽ കാണുന്ന റെസ്റ്റ് ആണ് ആനോഡ്. അതിന്റെ റിമൈനിങ് പോർഷൻ, ഓക്സിഡേഷൻ നടക്കാത്ത പോർഷനാണ് കാഥോഡ്. ഈ രണ്ട് സർഫസിന്റെ ഇടയിലാണ് കൊറോഷന്റെ പ്രൊഡക്റ്റ് Fe2O3 കാണുന്നത്. ക്ലിയർ ആണ്? അങ്ങനെയാണ് കൊറോഷനിൽ ഒരു ഗാൽവാനിക് സെൽ ഫോം ചെയ്യുന്നത്. ഏതൊക്കെ ഇലക്ട്രോലൈറ്റ്സ് ആണ്, ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ് എന്നുള്ളത് ക്ലിയർ ആണ്? Yes. ഓക്കെ, നമ്മളെ കൊറോഷനെ മെക്കാനിസത്തിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യും. ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് എൻവയോൺമെന്റ്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് എൻവയോൺമെന്റ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് എൻവയോൺമെന്റ് ആണ്. ഒന്ന് അസിഡിക് എൻവയോൺമെന്റ്, രണ്ടാമത്തത് ന്യൂട്രൽ എൻവയോൺമെന്റ്. ആ രണ്ട് എൻവയോൺമെന്റിലും എങ്ങനെയാണ് കൊറോഷൻ നടക്കുന്നത്? Based on the nature of environment. So we are considering the first case. In acidic environment, you know metals reacts with acid and there will be evaluation of hydrogen gas. ആ ഒരു റിയാക്ഷനെ അറിയില്ലേ, മെറ്റലും ആസിഡും തമ്മിലുള്ള റിയാക്ഷനിൽ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ള റിയാക്ഷൻ നമുക്ക് അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന റിയാക്ഷൻസ് ഒക്കെയാണ്. മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും എന്നുള്ള റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു മെറ്റൽ എം ആയിട്ട് എടുക്കുന്നു. M plus HCl gives MCl plus H2. ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്യും. സെയിം മെക്കാനിസം ആണ് ഇവിടെ വരുന്നത്. When this metal react in the acidic environment, if the metal react in the acidic environment, the metal will corrode and there will be release of hydrogen gas. Due to the reaction of metals in the acidic environment,
there will be corrosion at the surface and hydrogen gas is released. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ മെറ്റലും ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. അസിഡിക് എൻവയോൺമെന്റിൽ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ മെറ്റലും ഈ ഹൈഡ്രജനുമായിട്ട് അല്ലെ അസിഡിക് എൻവയോൺമെന്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യും? ചെയ്യില്ല. അങ്ങനെ അസിഡിക് എൻവയോൺമെന്റിൽ റിയാക്ട് ചെയ്യാത്ത മെറ്റൽസും ഉണ്ട്. ആ മെറ്റൽസ് ഏതൊക്കെയാണെന്ന് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എവിടെയാണ് മെറ്റൽ എന്നുള്ള പൊസിഷൻ നോക്കിയിട്ടാണ് പറയുന്നത്. So all metals above hydrogen, above SHE in the electrochemical series can corrode in this way. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ SHEയുടെ മുകളിലുള്ള മെറ്റൽസ് മാത്രമേ ഈ ഒരു ടൈപ്പ് റിയാക്ഷൻ കാണിക്കുന്നുള്ളൂ. SHEയുടെ മുകളിലുള്ള മെറ്റൽസ് മാത്രമാണ് അസിഡിക് എൻവയോൺമെന്റിൽ കൊറോഷൻ നടക്കുന്നത്. And in this type of corrosion, anodic area, the area of the anode, must be larger compared to the cathodic area. ഈ ഒരു ടൈപ്പ് റിയാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആനോഡിന്റെ ഏരിയ ആയിരിക്കണം കാഥോഡിന്റെ ഏരിയയേക്കാൾ കൂടുതൽ. ആ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. Okay, then the second type. In neutral or alkaline environment. Earlier, in acidic environment, there was evolution of hydrogen gas. In neutral or alkaline environment, there will be absorption of oxygen. There will be absorption of oxygen. And this takes place in presence of, in the neutral or alkaline environment, in the presence of oxygen. We can compare the first and second type of corrosion that happens based on nature of the environment. Here, it takes place in neutral or alkaline environment in the presence of oxygen. And നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ മെറ്റൽ സർഫസിൽ എവിടെയാണോ സ്ക്രാച്ചസ് വന്നിരിക്കുന്നത്, നേരത്തെ പറഞ്ഞത് ഏത് പോർഷനിലാണോ ഓക്സിഡേഷൻ നടന്നത്, Fe2O3 ആയിട്ട് മാറിയ പോർഷനാണ് നമ്മുടെ ആനോഡ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ മെറ്റൽ സർഫസിൽ എവിടെയാണോ സ്ക്രാച്ചസ് വന്നിരിക്കുന്നത്, ഈ കൊറോഷൻ കാരണം സ്ക്രാച്ചസ് വന്നിരിക്കുന്ന പോർഷനാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. വേറെ ഈ സ്ക്രാച്ചസ് ഒഴികെയുള്ള പോർഷൻസ്, ആ സർഫസിൽ സ്ക്രാച്ചസ് ഒഴികെയുള്ള പോർഷനാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ സ്ക്രാച്ച് എന്തായാലും കൊറോഷൻ കൊണ്ട് വന്നതായിരിക്കും. ആ കൊറോഷൻ നടന്ന ഭാഗം ആനോഡായിട്ടും കൊറോഷൻ നടക്കാത്ത ഭാഗം കാഥോഡായിട്ടും ആക്ട് ചെയ്യും. Then the reaction. No anode oxidation happens, and this will be the oxidation. Fe at the 0 oxidation state changes to 2+ oxidation state. That is the oxidation reaction. And at the cathode, reduction happens. There will be reduction. That means electrons are added in this process. Oxygen in the atmosphere combine with water molecule and get reduced to hydroxide ions. And this Fe2 plus combines with OH minus
this Fe2 plus combines with OH minus and forms ferrous hydroxide, Fe in the oxidation state 2 plus. Fe 2 plus oxidation സ്റ്റേറ്റിലാണെങ്കിൽ അതിന് ഫെറസ് എന്നല്ലേ പറയാം. ഈ ഫെറസ് അയോൺസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫെറസ് അയോൺ ഹൈഡ്രോക്സൈഡ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫെറസ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. FeOH twice ഫെറസ് ഹൈഡ്രോക്സൈഡ്. ഇത് Fe2 പ്ലസ് ഈ OH മൈനസ് കമ്പൈൻ ചെയ്ത് FeOH twice ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു പ്രസിപ്പിറ്റേറ്റ് ആണ്. ഫെറസ് ഹൈഡ്രോക്സൈഡ് എന്നുള്ളത് ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. അതിന്റെ ഹൈഡ്രേറ്റഡ് ഫോം ആണ് നമ്മൾ പറയുന്ന റസ്റ്റ് Fe2O3H2O. ഈ ഫെറസ് ഹൈഡ്രോക്സൈഡിന്റെ ഹൈഡ്രേറ്റഡ് ഫോം ആണ് Fe2O3H2O. അതാണ് നമ്മുടെ റസ്റ്റ്, കാണുന്ന റസ്റ്റ്. അതിന്റെ കളർ യെല്ലോ കളർ ആയിരിക്കും. Fe2O3H2O എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ കളർ ഇറ്റ് ഈസ് യെല്ലോ കളർ, യെല്ലോ ഇൻ കളർ. യൂഷ്വലി നമ്മൾ കാണുന്ന റസ്റ്റ് അതിന്റെ കളർ നമുക്കറിയാം ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ്. യൂഷ്വലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന റസ്റ്റിന്റെ കളർ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ്. ആ കോമ്പൗണ്ട് Fe3O4 ആണ്. ഞാൻ പറയുന്നത് യെല്ലോ കളറിലുള്ള റസ്റ്റ് എന്ന് പറയുന്നത് Fe2O3H2O ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. നമ്മൾ യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്ന ബ്രൗൺ ഓർ ബ്ലാക്ക് കളറിലുള്ള റസ്റ്റ് ഇറ്റ് ഈസ് Fe3O4. This is the classification of corrosion based on nature of environment. There were of two. Corrosion that happens in acidic environment. Acidic environment എങ്ങനെയാണ് corrosion നടക്കുന്നത്? Acidic environment ആയിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. സെക്കൻഡ് വൺ ഇൻ ന്യൂട്രൽ ഓർ ആൽക്കലൈൻ എൻവയോൺമെന്റ്. അങ്ങനെയുള്ള എൻവയോൺമെന്റിൽ ഓക്സിജന്റെ പ്രസൻസ് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഗാൽവാനിക് സീരീസ് എന്ന് പറഞ്ഞു നിർത്താം. നമുക്കറിയാവുന്ന ഒരു സീരീസ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് അല്ലേ? ചാപ്റ്ററിൽ നമുക്കറിയാവുന്ന ഒരു സീരീസ് ആണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഒരു സീരീസ് കൂടെ നമ്മൾ പഠിക്കുകയാണ്, ദാറ്റ് ഈസ് ഗാൽവാനിക് സീരീസ്. എന്താണ് ഗാൽവാനിക് സീരീസ്? ഇവിടെയും മെറ്റലിനെ അല്ലെങ്കിൽ അലോയിയെ ഒരു ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ്. ഗാൽവാനിക് സീരീസിൽ മെറ്റൽ അല്ലെങ്കിൽ അലോയ്, ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഇലക്ട്രോഡ്സിനെ ആയിരുന്നു. ഗാൽവാനിക് സീരീസിൽ മെറ്റലിനെ അല്ലെങ്കിൽ അലോയിയാണ് ഓർഡറിൽ കൊടുക്കുന്നത്, ആ സീരീസിൽ അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് യൂസിങ് ദിസ് ഗാൽവാനിക് സീരീസ്, എന്താണ് ഈ ഗാൽവാനിക് സീരീസ്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? It indicates the relative corrosion tendency of a metal or alloy. Relative corrosion tendency of a metal or alloy when it is exposed to seawater and other conditions at specific temperature for a specified period of time. When a metal or an alloy is exposed to seawater at specific temperature for a specified period of time, we are checking its corrosion tendency. ഒരു മെറ്റലിനെ അല്ലെങ്കിൽ അലോയെ സീ വാട്ടറിൽ എക്സ്പോസ് ചെയ്യും, കടൽ വെള്ളത്തിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അലോ ചെയ്യും. ആ ഇന്ററാക്ഷൻ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഒരു സ്പെസിഫൈഡ് ടൈമിൽ ഇത്ര ടൈം വെച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്.
ഒരു പീരീഡ് ഓഫ് ടൈം കൊടുത്ത് അവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് നോക്കുന്നത്. ആ ഒരു ടൈമിൽ ആ മെറ്റലിന് അല്ലെങ്കിൽ അലോയ്ക്ക് കൊറോഡ് ചെയ്യാനുള്ള ടെൻഡൻസി മറ്റൊരു മെറ്റലുമായിട്ട് കമ്പയർ ചെയ്ത് അതിന് കൊറോഡ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഗാൽവാനിക് സീരീസിലെ ഓരോ മെറ്റലിനെയും അലോയിനെയും സീരീസ് ആയിട്ട് എഴുതാൻ കാരണമായിട്ടുള്ളത്. നമുക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ബേസിസിലായിരുന്നു, റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ബേസിസിലായിരുന്നു. ഇവിടെ കൊറോഷൻ ടെൻഡൻസിയുടെ ബേസിസിലാണ്. So here metals and alloys, they are arranged in the order of corrosion tendencies. And നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല. ഏത് മെറ്റീരിയലിനാണ് അല്ലെങ്കിൽ ഏത് ഇലക്ട്രോഡിനാണ് കൊറോഷൻ വരിക എന്നുള്ളൊരു പ്രഡിക്ഷൻ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗാൽവാനിക് സീരീസ് യൂസ് ചെയ്തത്. ഏത് മെറ്റലിനാണ് കൊറോഷൻ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഗാൽവാനിക് സീരീസ് യൂസ് ചെയ്തത്. And when we use two metals, അതിൽ ഏത് മെറ്റലിനാണ് ആദ്യം കൊറോഷൻ നടക്കുന്നത്? എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു. ഇവിടെ റിലേറ്റീവ് കൊറോഷൻ ടെൻഡൻസിയാണ്. ഒരു മെറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അടുത്ത മെറ്റലിന് കൊറോഷൻ നടക്കോ ഇല്ലയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ അതറിയില്ലേ? എന്താണ്? ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റലിന്റെ കോമ്പൗണ്ട് പെയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഇതില്ലേ? എന്താ പറയാ? സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന മെറ്റലിന്റെ മുകളിൽ ഒരു കോട്ടിങ് കൊടുക്കുന്നു. അത്ര പെട്ടെന്ന് കൊറോഡ് ചെയ്ത് പോകുന്ന ഒരു മെറ്റലിന്റെ കോട്ടിങ് കൊടുക്കുന്നു. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ കേട്ടിട്ടില്ല? കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പെയിന്റിംഗ് ആണ്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും മെത്തേഡ് അറിയോ? ഓഡിബിൾ അല്ലേ? എങ്ങനെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാം അതിനുള്ള മെത്തേഡ്സ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെയാണ് കൊറോഷനിൽ നിന്ന് ഒരു സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉള്ള മെത്തേഡ്സ്, എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇന്നലത്തെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തോ? ആൻസർ ഒക്കെ കിട്ടിയോ? ആ കണ്ടക്ടൻസിന്റെ ആൻസർ എങ്ങനെയാ വന്നേ? ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ? സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് an N/50 KCl solution at 25 degrees Celsius. 0.138. 0.138 centimeter. സെന്റിമീറ്റർ
Inverse. ഓക്കെ, സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കുമല്ലോ, എൽ ബൈ എക്സ് സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു കാപ്പ ബൈ സി. ഇതന്നെ. ആ, ഒരു ഇക്വേഷനും കൂടെ നമുക്ക് പോസിബിൾ ആണ്. ഇക്വേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോകുന്നു വേണ്ട, ഇത് തന്നെയാണ് ഇക്വേഷൻ, ജസ്റ്റ് മാറ്റി എഴുതിയതേ ഉള്ളൂ. ഈ ഒരു ഫോമും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് സ്പെസിഫിക് കോൺസ്റ്റന്റ് കാപ്പയാണെന്ന് നമുക്കറിയാം. മെഷേർഡ് കണ്ടക്ടൻസ് സി ആണ്. ആ ഇക്വേഷൻ തന്നെയാണിത്. ഞാൻ ഇങ്ങനെ ഒരു ഫോമും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയതാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്നത് തന്നെയാണിത്. സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു സ്പെസിഫിക് കണ്ടക്ടൻസ് ഡിവൈഡഡ് ബൈ മെഷേർഡ് കണ്ടക്ടൻസ്. വേറൊരു ചെയ്തില്ല നമ്മള്, ചെയ്തു. കാൽക്കുലേറ്റ് EMF ഓഫ് ദി ഫോളോയിങ് സെല്ല്, അതിന്റെ ആൻസർ 0.48 എല്ലാവർക്കും അങ്ങനെയാണോ വന്നത്? അതെ, 0.4805 വോൾട്ട്. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ E0 സെല്ല് വന്നത് 0.51 വോൾട്ട്. കറക്റ്റ് ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ സെൽ കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. കറക്റ്റ് അല്ലേ? 0.48 വോൾട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇക്വേഷൻ ഒന്ന് നോക്കട്ടെ. ഇതുപോലുള്ള പ്രോബ്ലം ആണ് ഞാൻ അസൈൻമെന്റിന് തന്നത്. ഇനി ആ പ്രോബ്ലം ചെയ്തൂടെ? അസൈൻമെന്റിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. അഭിനന്ദ് പ്രസന്റ് ടീച്ചർ. അഭിനന്ദ് NP. Present teacher. ആദർശ്. പ്രസന്റ് ടീച്ചർ. ആകാശ്. Present teacher. അലൻ. Present teacher. അമർനാഥ്. ആനന്ദ്. Present teacher. അർജുൻ. പ്രസന്റ് മിസ്. പ്രതീക്. പ്രതീക്. ഓക്കെ, കാളിദാസ്. പ്രസന്റ് ടീച്ചർ. മർസു. നീ ആദ്യം ഓഡിയോ ഓൺ ആക്കിയതാണ്. ഓക്കെ, നവീദ്. Present teacher. ഷെറിൻ. പ്രസന്റ് ടീച്ചർ. സെയിൻ. Present teacher. നിഹാൽ. Present teacher. രാകേഷ്. ടീച്ചർ. സാരംഗ്. Present teacher. സായുജ്. Present teacher. വിഷ്ണു. Present teacher. വിഷ്ണു സന്തോഷ്. Present teacher. ഓക്കെ, ഇന്ന് ഫ്രൈഡേ ആണ്, മറന്നു പോകരുതേ. ബ്രേക്ക് ഇല്ല.